അഞ്ജലി ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഇവിടം വരെ എത്തിയെന്ന് പറഞ്ഞു. ഇപ്പോഴും ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഇറങ്ങാതെ നിൽക്കുന്ന പിള്ളേരുണ്ട് ഈ മോഡലിംഗ് ഫീൽഡിൽ. ഇപ്പം വീട്ടിൽ നിന്ന് വിടാതെ അവരുടെ ഡ്രീംസ് മൈൻഡിൽ വെച്ച് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇപ്പോഴും ചില ആൾക്കാർ ഡ്രീംസിന് വേണ്ടി ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന അവരോട് എന്താ പറയാനുള്ള? ഇല്ല, നമുക്ക് വേണ്ടി ജീവിക്കുക. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാൻ ഇരിക്കരുത്. കാരണം അത് അവര് പറയുന്ന അനുസരിച്ച് പോവാന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇതാണ് നമ്മൾ പോകുന്നത്, നമ്മുടെ ജീവിതമല്ല. മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമേ സെൽഫായിട്ട് നമ്മളെ സ്നേഹിക്കുക, നമ്മളെന്താണെന്ന് മനസ്സിലാക്കുക, നമുക്ക് വേണ്ടി ഇറങ്ങി തിരിക്കുക. പലരും പലതും പറയും, പക്ഷെ എന്തായാലും ജനിച്ചു, എന്തായാലും മരിക്കും. അപ്പം നമുക്ക് വേണ്ടി ജീവിക്കുക. എന്താണോ ഡ്രീം അതിന്റെ പിന്നാലെ കഷ്ടപ്പെടുക. പിന്നെ വുമൺ ഇൻഡിപെൻഡന്റ് ആകുക. അതിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഇൻഡിപെൻഡന്റ് ആയിട്ട് പോവുക. അതിപ്പോ വിമൺ എന്നല്ല, മെൻ ആണെങ്കിൽ പോലും ഇൻഡിപെൻഡന്റ് ആയിരിക്കുക. അത് എന്ത് കാര്യത്തിലാണെങ്കിലും. കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ആൾക്കാർ നമ്മളെ വില ഉണ്ടാവും തോന്നിയിട്ടുണ്ട്. ഓഫ് കോഴ്സ്, അത് അങ്ങനെയാണ്. പൈസ ഉള്ളിടത്തേ വിലയുള്ളൂ. എന്തിനും ഏതിനും പൈസ വേണം. അപ്പൊ ഈ പൈസയുടെ ഒരു വാല്യൂ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? ഒറ്റയ്ക്ക് ഇറങ്ങി തിരിച്ചപ്പോ തന്നെ. കാരണം നമുക്ക് മുന്നോട്ട് ഓരോ ആവശ്യത്തിനും പോകണമെന്നുണ്ടെങ്കിൽ അതിന് പൈസ തന്നെ വേണം. ട്രാവലിനായാലും ഫുഡാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും പൈസ വേണം. ഇതിപ്പോ എൻ്റെ ഒരു കരിയർ ബേസ് ചെയ്ത് ഞാൻ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അപ്പോൾ നമുക്ക് പൈസ ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. വില പൈസ തന്നെയാണ്. അടിപൊളി. എനിക്ക് ഒന്നും ഏറ്റവും വലിയ ആഗ്രഹവും അതാണ്. കാരണം എൻ്റെ ഒരു സ്റ്റോറി കേട്ട് ഒരു പെണ്ണെങ്കിലും ഒരു പെണ്ണ് അത് ഇറങ്ങി തിരിക്കുക, അല്ലെങ്കിൽ ഇന്നയാളുടെ ഇത് കണ്ടിട്ട് അതിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഒരു പെണ്ണെങ്കിലും ഒരു പെണ്ണ് രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ എന്നെ കണ്ടിട്ട്. ഓക്കെ.